ശിവൻകുട്ടി പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോണിയാഗാന്ധിയുടെ പേര് എപ്പോഴും പറയുന്നത്. അപ്പം സോണിയാഗാന്ധിയുടെ പേര് എപ്പോഴും പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രസിദ്ധി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. അത് കൈവച്ചാൽ മതി. സോണിയാഗാന്ധി ആരാണെന്ന് നാട്ടിലെ ജനങ്ങൾക്കറിയാം, ഈ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ഒരധികാര സ്ഥാനവും സ്വീകരിക്കാതെ ത്യാഗത്തിന്റെ പ്രതീകമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു നിൽക്കുന്ന നേതാവാണ് ശ്രീമതി സോണിയാഗാന്ധി. ആ സോണിയാഗാന്ധി അപകീർത്തിപ്പെടുത്താനുള്ള സിപിഎമ്മിന്റെ ഈ ശിവൻകുട്ടിയുടെ നീക്കം അപലപനീയമാണ്. അത് ജനങ്ങളൊന്നും അംഗീകരിക്കുന്ന കാര്യമല്ല. എവിടെയാണ് സോണിയാഗാന്ധി നിൽക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? അപ്പോൾ സിപിഎം ഞങ്ങൾ ചെയ്ത തെറ്റുകൾ മുഴുവൻ മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് ഇവർ ധരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുമായി എത്ര തവണ ഉണ്ണികൃഷ്ണൻ പോയിട്ട് കണ്ടിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്? ആംബുലൻസിന്റെ കീ കൈമാറുന്ന ഫോട്ടോ നമ്മളെല്ലാം കണ്ടതല്ലേ? അപ്പൊ ഒരു ഫോട്ടോയുടെ പേരിൽ ഒരാളെ ഞങ്ങളാരും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇപ്പൊ നമ്മൾ നടന്നു പോകുമ്പോൾ എത്ര പേര് നമ്മുടെ ഫോട്ടോ എടുക്കും? ചിലപ്പോൾ അയാൾ കള്ളനാണോ കൊള്ളക്കാരനാണോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ അത് ഫോട്ടോയുടെ പേരിൽ ഒരാളിനെ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങളാരും കുറ്റപ്പെടുത്തിയിട്ടില്ല. അല്ല അല്ല ഞങ്ങൾ പറയുന്നത് എന്താണ്? ജനങ്ങളുടെ ആശങ്കയാണ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നത്. മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത ശേഷം പിന്നൊന്നും ഉണ്ടായില്ല. ഇപ്പോഴത്തെ മന്ത്രി വാസവനെ ചോദ്യം ചെയ്തിട്ടില്ല. ഇതിന്റെ ധാരാളം ആളുകൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വരുന്നു. ഇവരൊക്കെ പ്രതികളെ സ്വാധീനിക്കുമെന്ന് ജനങ്ങളുടെ ആശങ്കയുണ്ട്. ഞങ്ങൾ പിന്നെ പറയാതെ ഇവിടെ പോവും. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എസ്ഐറ്റിയുടെ പുറത്ത് സമ്മർദ്ദമുണ്ട്. അത് സത്യമാണ്. ഞങ്ങൾ ആവർത്തിച്ച് പറയും, സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുന്നു. അതാണ് വേണ്ടത്. ഞങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. കാരണം അവരെല്ലാം കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരാണ്. സമ്മർദ്ദം സ്വാഭാവികമാണ്. അല്ല, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് അവരങ്ങനെ പ്രവർത്തിക്കണമെന്ന് തന്നെയാണ്. ആ സമ്മർദ്ദത്തിന് വശംവദരാകാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെലുത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഞങ്ങളുടെ കയ്യിൽ അതിനാവശ്യമായ എല്ലാ വിവരങ്ങളുമുണ്ട്. പക്ഷേ അത് കണക്കിലെടുക്കാതെ സത്യസന്ധമായ നിലയിൽ അവർ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അത് വരട്ടെ. അതെന്ത് അടിയന്തര പ്രമേയം വരാത്തത്? സഭ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഞങ്ങളുടെ UDF പാർലമെന്ററി പാർട്ടി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മന്ത്രി രാജിവെക്കണം എന്നുള്ളതല്ലേ ഞങ്ങളുടെ ഡിമാൻഡ്. അത് അംഗീകരിക്കാത്തോടത്തോളം കാലം സഭയുമായി സഹകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഈ ഗവൺമെന്റിന്റെ പാപ്പരത്വമാണ് തെളിയിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിൽ ശബരിമല പോലെയുള്ള ഏറ്റവും സുപ്രധാനമായൊരു വിഷയത്തിൽ സർക്കാർ കളിക്കുന്ന കള്ളക്കളി അത് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയെല്ലാം. അതിനുവേണ്ടി സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്നിട്ട് അടുത്ത നടപടികളിലേക്ക് പോകും. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. സ്ഥാനാർത്ഥികളാരും സ്വയം പ്രഖ്യാപിക്കരുതെന്ന് KPC പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളില്ല. ഈ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ ചുമ്മാ ആളുകളുടെ പേരുകൾ പറയുന്നതാണ്. അത് നിങ്ങളാരും വിശ്വസിക്കരുത്, ജനങ്ങൾ വിശ്വസിക്കരുത്. പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ അത് വിശ്വസിക്കാവൂ. സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഓരോ ആളുകൾ സ്വയം തയ്യാറാക്കി സ്ക്രിപ്റ്റുകൾ കൊടുക്കാറുണ്ട്. ദയവായി ആ സ്ക്രിപ്റ്റുകൾ ആരും വിശ്വസിക്കരുത്. പാർട്ടി ഹൈക്കമാൻഡ് എടുക്കുന്ന ഫൈനൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥികൾ പുറത്തു വരുന്നത്. അൻവറിനെ പറ്റി ചർച്ച നടന്നിട്ടുണ്ട്. അൻവർ അവിടെ മത്സരിക്കാനുള്ള സമ്മതം മൂളിയിട്ടുണ്ട്. പക്ഷെ പ്രഖ്യാപനം നടത്തുന്നത് UDF ആണ്. അത് എങ്ങനെ വേണമെന്നുള്ളത് പ്രതിപക്ഷ നേതാവും UDF കക്ഷികളും കൂടി തീരുമാനിക്കും. അല്ല, KPC പ്രസിഡന്റ് അങ്ങനെ പ്രഖ്യാപിച്ചില്ല. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ പ്രഖ്യാപിച്ചില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം ഇത്തവണ വളരെ വേഗത്തിൽ തീരുമാനിക്കുകയും നല്ല സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്ത് ഇറക്കാനാണ് ഞങ്ങൾ എല്ലാവരും കൂടി ശ്രമിക്കുന്നത്.
തീർച്ചയായിട്ടും ഇത്തവണ UDF അധികാരത്തിൽ വരുമെന്ന് കണ്ടുകൊണ്ടാണല്ലോ CPM ഹാലിളകിയിരിക്കുന്നത്. അവർ കോടികളുടെ പ്രചരണം ഇപ്പൊ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ UDFന് പിന്തുണ നൽകുമെന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്ക്. എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരുമായിട്ട് 2 തവണ ചർച്ച കഴിഞ്ഞിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ബാക്കി ചർച്ച ഉണ്ടാവും. ഇല്ല, ചർച്ചകൾ നടക്കുകയാണ്, ഒന്നുമായിട്ട്.